എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്നെ ഉപദേശിക്കാൻ വരുന്നില്ല. അവൾ ഇപ്പോഴേ വേദയുടെ നാത്തൂനായി. അതെന്നാ അല്ലാതിരുന്നിട്ടുള്ളത്? രണ്ടുപേരുടെയും പോര് സഹിക്കണല്ലോ ഓർക്കുമ്പോഴാ. നോക്കാമേ, ചിലപ്പോ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. സംഭവിക്കാതിരുന്നാ മതിയായിരുന്നു. അമ്മ വാ, വന്നേ. ഞാൻ തന്ന ഡ്രസ് ഇട്ടില്ലല്ലേ? അത് ഞാൻ വീട്ടിൽ ഭിക്ഷ ചോദിച്ചു ഒരാൾക്ക് കൊടുത്തു. അതിനത്രയും ഞാൻ വില കൽപ്പിച്ചിട്ടുള്ളൂ. എന്നെ അപ്പ ആർക്കെങ്കിലും പിടിച്ചു കൊടുക്കുമായിരിക്കുമല്ലോ. നിന്നെ ആര് വാങ്ങാനാ? പഴയ സാധനങ്ങൾ എടുക്കാൻ വരുന്ന ആക്രി കച്ചവടക്കാർ പോലും നിന്നെ കണ്ട പേടിച്ചോടും. ഇതിനൊക്കെയുള്ള മറുപടി താലി കഴുത്തി കയറിയതിനു ശേഷം പറയാം. ഞാൻ ഒരുങ്ങി തന്നെ അടി. ഇന്നെൻ്റെ കല്യാണ ദിവസമല്ല, ചരമ ദിവസമാ. ഞാൻ മരിക്കുന്ന ദിവസം. ഞാൻ പക്ഷെ ജനിക്കുന്നത് ഇന്നാ. നീല ഉപേക്ഷിച്ചപ്പോ ഞാൻ മരിച്ചിരുന്നു. ഇന്ന് പുനർജനിക്കുക വീണ്ടും. എങ്ങനെയുണ്ട് അറേഞ്ച്മെന്റ്സ്?
നിന്റെ വീട്ടുകാരുടെ സ്റ്റാൻഡേർഡിന് ചേരും. ഓ, നിങ്ങൾ വലിയ കൊമ്പത്തെ ആൾക്കാരാണല്ലോ. നിങ്ങളുടെ അത്രയും തറകളല്ല. ഒന്ന് ചിരിച്ചൂടെ? മരിച്ചു കിടക്കുന്ന ആരും ചിരിക്കാറില്ലെന്ന് അറിയൂടെ? ഞാൻ ചിരിപ്പിച്ചു തരാം, ഇതൊന്ന് കഴിഞ്ഞോട്ടെ. പോടി, പേടിപ്പിക്കാതെ. നിന്നേക്കാളും വലിയവരെ കണ്ടിട്ടുള്ളവനീ ഞാൻ കണ്ടിട്ടുള്ളത് ആകെ നീലിനെ മാത്രം. തവണ പ്രദക്ഷിണം വയ്ക്കുക. വേദ, സ്വാതി ഏട്ടത്തിയാണ്, അമ്മയുടെ സ്ഥാനമാണ്. അനുഗ്രഹം വാങ്ങിക്കണം. പറ്റില്ല. ഗിരിക്കവള് പലതുമായിരിക്കും. എനിക്കിവളെന്റെ ജീവിതം നശിപ്പിച്ച ശത്രുവാ. ഇവളെന്റെ തലയെ കൈവച്ച് അനുഗ്രഹിക്കുന്ന എന്തായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നശിച്ചു പോവാൻ അതിനെനിക്ക് താല്പര്യമില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കില്ല. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? വേണ്ടെങ്കി വേണ്ട. ഏട്ടത്തി വിഷമിക്കണ്ട. ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണല്ലോ നമ്മൾ ഈ സാഹസത്തിന് ഇറങ്ങി തിരിച്ചത്. എനിക്ക് വിഷമമൊന്നുമില്ല ഗിരി. നിങ്ങളുടെ ജീവിതം നന്നായി വന്നാ മതി. അതൊക്കെ നന്നായിക്കോളും. ആരും ഒരു ശല്യം ചെയ്യാതിരുന്നാ മതി.
കാലുപിടിക്കലോ അനുഗ്രഹമൊക്കെ കഴിഞ്ഞെങ്കിൽ എല്ലാവർക്കും ഭക്ഷണം കഴിക്കായിരുന്നു. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ അല്ലേ? വരൂ. ആയിക്കോട്ടെ. വാ സ്വാതി. വാ ആന്റി. എന്റെ ഏട്ടത്തിയമ്മയാണെങ്കിൽ ഇതിന് മറുപടി പറഞ്ഞിരിക്കണം. ഇതൊക്കെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ അപകടം വേണ്ട ഗിരി. വേണം. ഏട്ടത്തിയമ്മ ആരാണെന്ന് ഇവളറിയണം. നല്ല സാരി. ഇതിന് എത്ര രൂപയായി? കാശൊക്കെ ആര് നോക്കുന്നു? ഇഷ്ടപ്പെട്ടാ എടുക്കും. ആഭരണങ്ങളൊക്കെ വേദയ്ക്ക് നന്നായി ചേരുന്നുണ്ട്. എത്ര പവനാന്ന് ചോദിക്കുന്നില്ല. ഞങ്ങള് ചെറുക്കന്റെ വീട്ടുകാർ അങ്ങനെ ചോദിക്കാൻ പാടില്ലല്ലോ. നിനക്കൊക്കെ ഊഹിക്കാൻ പറ്റുന്നതിലും കൂടുതലുണ്ടിത്. എന്റെ വീട്ടില് പവൻ കണക്കല്ല, കിലോ കണക്കാ. നല്ലത്. ഇതൊക്കെ ആയിട്ടും നീ എന്നെ ഇടങ്കാല് വെച്ച് വീഴ്ത്തിയല്ലോ. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. ഇനി എവിടെയൊക്കെ വീഴാനിരിക്കുന്നു? ഇനി വരാൻ പോകുന്ന വീഴ്ചയുടെ റിഹേഴ്സലാ ഇപ്പൊ ഇവിടെ നടന്നത്. എല്ലാം മറക്കാൻ ഇനിയും വേദയ്ക്ക് കഴിയില്ലല്ലേ? ഇല്ല, മറക്കാനല്ലടി ഞാൻ ഈ വിഡ്ഢിവേഷം കെട്ടിയത്. ഓർക്കാനാ. പലതും പലരെ ഓർമ്മിപ്പിക്കാൻ. അത് ശരിയാണോ വേദ? കഴിഞ്ഞതൊക്കെ മറക്കാനല്ലേ സാധാരണ ഇതുപോലുള്ള ചടങ്ങ് നടത്താറ്? നിന്റെ കഴുത്തി കിടക്കുന്ന ഈ താലിയോടെങ്കിലും നിനക്ക് കൂറ് കാണിക്കണ്ടേ? അയ്യോ, ഇതിന് ഞാൻ അങ്ങനെ വലിയ വിലയൊന്നും കൊടുത്തിട്ടില്ല. ആ വീട്ടിൽ കയറാനുള്ളൊരു പാസ്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഗിരിയെ പോലൊരാളെ ഞാൻ കെട്ടുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? എന്നെ പോലൊരു പെണ്ണിനെ സ്വപ്നം കാണാനുള്ള യോഗ്യതയുണ്ടോ നിന്റെ ഗിരിക്ക്? അഹങ്കാരോ നീ പറയുന്നേ? ലോകത്തൊരു ഭാര്യയും കല്യാണ വേദിയിൽ നിന്ന് ഇതുവരെ പറയാത്ത വാചകങ്ങൾ. അത് ശരിയല്ലെന്ന് നിനക്ക് ബോധ്യാകാൻ ഞാനൊരു ചെറിയ മരുന്ന് തരാം. ഒരിക്കലും അബദ്ധം കാണിക്കാതിരിക്കാനുള്ള കഷായം. ഓർമ്മ വേണം. അഹങ്കരിച്ച് തല ചെന്ന് ആകാശത്ത് മുട്ടുമ്പോ ഇതുപോലെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് വേദനിപ്പിച്ച് നേർവഴിക്ക് നടത്താൻ ഞാനുണ്ടാവൂന്ന് ഓർക്കണം. നിന്നെ ഞാൻ വേണ്ട. കാല് വെച്ച് വീഴ്ത്തിയത് ഞാൻ മറന്നു. ഇനിയും നിലവിട്ട് പെരുമാറിയാ അത് ഞാൻ ഓർക്കും. അതിനും കിട്ടും മരുന്ന്. അതുകൊണ്ട് മിണ്ടാതെ സൗമ്യമായി പെരുമാറ്. ഇന്നെങ്കിലും അങ്ങനെ പെരുമാറ്. പറയുന്നതേ സ്വാതിയ, നിന്റെ ഭർത്താവിന്റെ ഏട്ടത്തി. എന്ന് വെച്ചാലേ നിന്റെ അമ്മ, ഏട്ടത്തി അമ്മ. അവിടെ നടന്നത് അവിടെ കഴിഞ്ഞു. ഇതാണ് ഇനി നീ താമസിക്കാൻ പോകുന്ന വീട്. പകയും വൈരാഗ്യമൊക്കെ മറന്ന് നല്ല മനസ്സോടെ കഴിയാൻ തയ്യാറായിട്ട് വേണം അകത്തോട്ട് കയറാൻ.
ഐശ്വര്യത്തിന്റെയും ഒരുമയുടെയും വലത് കാലായിരിക്കണം നീ വെക്കേണ്ടത്. വിളക്ക് വാങ്ങിച്ച മോളെ. ഐശ്വര്യത്തിന്റെയും ഒരുമയുടെയും വലതുകാല് വെച്ച് കയറാനല്ലേ നീ പറഞ്ഞത്? അങ്ങനെയൊരു ജീവിതം എനിക്ക് വേണ്ടെങ്കിലോ? ഇത് എവിടെ ചെന്ന് നിൽക്കും എന്റെ ദേവി? അമ്മ വിഷമിക്കണ്ട. മണ്ഡപത്തിൽ വെച്ച് ഞാൻ മൂക്കി പിടിച്ച് വേദനിപ്പിച്ചതിന്റെയാ അവളിപ്പോ ഈ കാണിക്കുന്നത്. ആ ദേഷ്യം മാറുമ്പോ എല്ലാം ശരിയാവും. വന്ന ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? നോക്കാം. അതല്ലേ നമ്മളെ കൊണ്ടിപ്പോ ചെയ്യാൻ പറ്റൂ. അമ്മ വാ. അല്പം മധുരം കഴിച്ചാലോ? വേണ്ട. നിങ്ങൾ ഗിരിയുടെ വല്യമ്മയല്ലേ, അമ്മയല്ലല്ലോ? വല്യമ്മ തരുന്നത് കഴിച്ചാ മതി. ആജ്ഞാപിക്കുന്നോ? അനുസരിക്കാൻ എനിക്ക് സൗകര്യമില്ലെങ്കിലോ? ഞാൻ നിങ്ങളുടെ അടിമയായിട്ടൊന്നുമല്ല ഇങ്ങോട്ട് കയറി വന്നത്. സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഇതേ എന്റെ വീടാ, ഇവിടെ എന്റെ വാക്കിനാ വില. ഗിരി വേണ്ട. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പോലും നീ മറന്നു പോയല്ലേ മോനെ. അവൾക്ക് വേണ്ടായിരിക്കും, പക്ഷേ നിന്റെ കല്യാണ ദിവസം ആര് മറന്നാലും നീ അത് മറക്കരുത്. ഇരിക്കെ. കൊടുക്ക്. കുടിക്ക്. കുടിക്കാൻ. ഡ്രസ്സ് മാറിയായിരുന്നോ? എന്താ മാറാൻ പാടില്ലായിരുന്നോ? അല്ല, അച്ഛന്റെ കുറെ ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിരുന്നു. അതിന് ഞാനെന്ത് വേണം? കല്യാണത്തിന് വരാൻ പറ്റാത്തവരൊന്നും ഇവിടെ വന്ന് എന്നെ കാണണ്ട. അവരൊക്കെ നല്ല തിരക്കുള്ള ആളുകളാ. അതിനേക്കാളും തിരക്കുള്ള ആളാ ഞാൻ. എല്ലാം എനിക്ക് മനസ്സിലായി. കല്യാണത്തിന് ആരെയും വിളിച്ചില്ല, എന്നിട്ട് ഇങ്ങോട്ട് എഴുന്നള്ളിക്കാൻ നോക്കുന്നു. എനിക്ക് ബുദ്ധിയില്ലാന്ന് ആരും വിചാരിക്കണ്ട. എല്ലാം എനിക്ക് മനസ്സിലാവും. എന്തിനാ മോളെ നീ വെറുതെ എഴുതാപ്പുറം വായിക്കുന്നേ? പഴയതെല്ലാം മറക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേ? നീ ഇപ്പോ ഗിരിയുടെ ഭാര്യയല്ലേ, അതെന്താ ഓർക്കാത്തത്? ഒന്നും മറന്നിട്ടില്ല ഞാൻ. അങ്ങനെ മറക്കാതിരിക്കാനാ ഈ വിഡ്ഢിവേഷവും കെട്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. വിഡ്ഢിവേഷോ? അത് കെട്ടിയത് ഞാനല്ലേ? എന്നെ കൊണ്ടത് കെട്ടിച്ചു. നീ കെട്ടിച്ചു. ശേ, ഇപ്പൊ തന്നെ തുടങ്ങിയ വഴക്ക്. രണ്ടുപേരോടുമായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്.
നിങ്ങൾ രണ്ടാളും കഴിഞ്ഞതെല്ലാം മറക്കണം. പഴയ ജീവിതത്തെക്കുറിച്ചല്ല, പുതിയ ജീവിതത്തെക്കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടത്. ഇഷ്ടക്കേടും ദേഷ്യമൊക്കെ ഉണ്ടാവും, അതൊക്കെ മാറണം, മറക്കണം. സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നാവും നീലത് പറയുന്നത്. നീലല്ല വേദ. നീലിന് എന്തും മറക്കാം, മാറാം. വേദയ്ക്കത് പറ്റില്ല. ദാ ഗിരിയിട്ട താലി കഴുത്തിലിട്ടോണ്ട് പറയാ, മനസ്സുകൊണ്ട് ഒരിക്കലും ഇയാൾ എന്റെ ഭർത്താവായിരിക്കില്ല. ഞാൻ എന്നും ഒരൊറ്റയാളെ സ്നേഹിച്ചിട്ടുള്ളൂ, അത് നീല. അതൊന്നും മറക്കാൻ എത്ര ശ്രമിച്ചാലും എന്നെ കൊണ്ട് പറ്റില്ല. തൃപ്തിയായല്ലോ. ജയിലിൽ കിടന്നോളാന്ന് പറഞ്ഞതല്ലേ, ആരും കേട്ടില്ല. ഇവളീ വീട് മുടിപ്പിക്കും, നശിപ്പിക്കും.